السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتداهم بهديهم إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: آية الإيمان حب الأنصار، وآية النفاق بعض الأنصار. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا قلبي على أحد. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായുള്ള മഹത്തായ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സമയത്തെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായ അഭിവന്ദനായ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. കുറഞ്ഞ സമയം മഹാന്മാരുടെ മദദ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും വലിയ ആദരവും ബഹുമാനവും ലഭിച്ചവരാണ് മനുഷ്യ വിഭാഗം എന്നുള്ളത്. മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ ആദരവും ബഹുമാനവും എല്ലാം അല്ലാഹു ജല്ല ജലാലു
മനുഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ ആദരവ് ലഭിച്ച മനുഷ്യ വിഭാഗത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഗ്രേഡുകളുള്ള അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഉണ്ട്, ഔലിയാക്കൾ ഉണ്ട്, സ്വാലിഹീങ്ങൾ ഉണ്ട്. അവരെക്കാൾ കൂടുതൽ, അവരിൽ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്നുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ വളരെ വ്യക്തമായി അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. ദീനീ പ്രബോധന രംഗത്ത് ഒരുപാട് ത്യാഗം സഹിച്ച, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നത്, നബിയെ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അവിടുത്തെ അനുയായികളായ സമുദായത്തോട് അവിടുന്ന് ആവശ്യപ്പെടേണ്ടത് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാൻ അവിടുന്ന് നിർദ്ദേശിക്കണം എന്നാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ മുൻഗാമികളായ അയിമ്മത്തുകളും സലഫുസ് സ്വാലിഹീങ്ങളും നമ്മെ പഠിപ്പിച്ച ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്ന ഹദീസിൽ കാണാം, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബഅദുൽ അൻസാർ. ഈമാനിന്റെ അടയാളം അൻസാരികളായ സ്വഹാബത്തിനെ സ്നേഹിക്കലാണ്. ഇത് പറയാൻ എന്താണ് കാരണം? മഹാന്മാരാകുന്ന മുഹദ്ദിസുകൾ വ്യാഖ്യാനിക്കുന്നതായി കാണാം, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ സ്നേഹവും സഹായവും സംവിധാനവും സുരക്ഷയും എല്ലാം ഒരുക്കിക്കൊടുത്ത സ്വഹാബത്തെ കിറാമിന്റെ കൂട്ടത്തിൽ മദീനക്കാരായ സ്വഹാബത്ത്, അവരാണല്ലോ അൻസാരികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബുകളിൽ വലിയ സ്നേഹം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിച്ച വിഭാഗമായ ആ അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ ഖുർആനിലൂടെ അവിടുന്ന് ആവശ്യപ്പെട്ടെങ്കിൽ അവരോട് മഹബ്ബത്ത് വെക്കുക എന്നുള്ളത് സാധുക്കളായ നമ്മുടെ ഖൽബിൽ ഈമാനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളായ മഹാന്മാർ മുഴുവനും ആ നിലയിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 12 വർഷം മുമ്പ് ഇതുപോലെയുള്ള റബീഉൽ ആഖിറിന്റെ ആദ്യ രാത്രിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നക്ക് വലിയ തേജസ്സും ഓജസ്സും നൽകിയ താജുൽ ഉലമയോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ താജുൽ ഉലമ അഹ്ലു ബൈത്തിൽപ്പെട്ട പേരക്കുട്ടിയാണെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ ഇബാദത്തിന്റെ വിഷയത്തിലും സൂക്ഷ്മതയുടെ വിഷയത്തിലും വറഇന്റെ വിഷയത്തിലുമെല്ലാം അതീവമായി ജീവിതം ചിട്ടപ്പെടുത്തിയ മഹാമനീഷി. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസത്തിൽ നാം ഓർമ്മിക്കപ്പെടുന്ന മഹത്തുക്കളിൽ മഹാനായ താജുൽ ഉലമയുടെ വല്യാപ്പമാരിലേക്ക് ചേരുന്ന ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് സാദാത്യങ്ങളെ അനുസ്മരിക്കുന്ന മാസം കൂടിയാണല്ലോ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുന്ന ഇടങ്ങളിൽ ഏറ്റവും വലിയ മഹത്വമായി പറയുന്നത് അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മആ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമആ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമായി സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഖുതുബിയത്തിന്റെ ആദ്യ വരികളിലൂടെ ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നത്, ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ ആലിമാണ്, ആബിദാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം
അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഹുസൈനിയ പരമ്പരയിലൂടെ പിതാവിലേക്ക്, ഹസനിയ പരമ്പരയിലൂടെ മാതാവിലേക്ക് ചെന്നു ചേരുന്ന മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുത്തെ മഹത്വത്തിൽ ഏറ്റവും വലിയ മഹത്വമായി അഹ്ലു ബൈത്തിൽപ്പെട്ട സാദാത്യങ്ങളാണെന്ന് അവിടുന്ന് പരാമർശിക്കുമ്പോൾ ഈ ഉമ്മത്തിന്റെ ആത്മീയ ജ്യോതിസുകളാണ് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ എന്ന് കാണാൻ കഴിയും. എന്റെ വാക്കുകൾ സുദീർഘമായി കൊണ്ടുപോകുന്ന നമ്മുടെ മഹത്തുക്കളായ നേതാക്കന്മാരൊക്കെയും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ വസീല അവിടുത്തെ പേരമക്കളായ ആളുകളെ സ്നേഹിക്കലാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യലാണ്, അവരെ ഇത്തിബാ ചെയ്യലാണ്, അവരെ ബഹുമതയെ വേണ്ടതുപോലെ പരിഗണിക്കലാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് സാദാത്യങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. സദസ്സിലും ഒരുപാട് അഹ്ലു ബൈത്തിൽപ്പെട്ടവരുണ്ട്. ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അവരെയെല്ലാം നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അഹ്ലു ബൈത്തിൽപ്പെട്ടവരായിരിക്കെ അവർ ആലിമും കൂടിയായാൽ, ഇൽമിന്റെ അഹ്ലുകാര് കൂടിയാകുമ്പോ, അതോടൊപ്പം തന്നെ ഇബാദത്തും കൂടെയുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള മഹത്വം എത്രയാണ്. താജുൽ ഉലമക്ക് മഹത്വം കിട്ടിയത് സയ്യിദ് അവർകളാണ് എന്നുള്ളതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആലിമാണ്. മാത്രമല്ല ആബിദും കൂടിയാണല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. ഈമാൻ കൈമുതലാക്കിയ ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത് ഈമാൻ കൽബിലുണ്ടായിരിക്കെ അതിൻ്റെ കൂടെ സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ, അവർക്കുള്ള മഹത്വമാണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നത്. സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. പടച്ചറമ്മിന്റെ പ്രത്യേകമായ സ്നേഹം അവർക്ക് കിട്ടുകയാണ്. അള്ളാഹുവിന്റെ സ്നേഹം അവരിലേക്ക് ഒഴുകുകയാണ്. റബ്ബിന്റെ പ്രത്യേകമായ സഹായം അവർക്ക് ലഭിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരു നൂറ്റാണ്ട് കാലം ഈ ഭൂമിലോകത്ത് ജീവിച്ച താജുൽ ഉലമ, അവിടുത്തെ വാക്കുകൾക്ക് എന്തൊരു സ്വീകാര്യതയാണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്തൊരു കബൂലിയത്താണ്, അവിടുത്തെ മനങ്ങൾക്ക് എന്തൊരു മനോധൈര്യമാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വാക്കുകളെയും ഈ ജനങ്ങൾ മുഴുവനും ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? അഹ്ലു ബൈത്തിന്റെ സന്തതിയാണ് എന്നതോടൊപ്പം തന്നെ ഇന്നല്ലദീന ആമനൂ, പാരമ്പര്യ വിശ്വാസത്തിൽ അവിടുന്ന് വെള്ളം ചേർത്തില്ല. അചഞ്ചലമായ വിശ്വാസം കൽബിൽ കൊണ്ടു നടന്നു. ആര് എതിരെ വന്നാലും, ഏത് കൊമ്പന്മാർ എന്റെ മുമ്പിൽ വന്നാലും, എന്റെ പാരമ്പര്യമായി എന്റെ അഹ്ലു ബൈത്ത്, എന്റെ സാദാത്യങ്ങളും എന്റെ അസാതീതുകൾ പഠിപ്പിച്ച അഹ്ലു സുന്ന, ആ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ വലൗ വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ഇതിനു വേണ്ടി നിലയുറക്കുമെന്ന് പ്രഖ്യാപിച്ച് അചഞ്ചലമായ വിശ്വാസം കൽബിലങ്ങ് ഉറച്ചപ്പോ വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനിന്റെ പ്രഭ കൽബിലുണ്ടാകുന്നതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഫർളായ നിസ്കാരങ്ങളിൽ ഒരു കുറവില്ല, ഇബാദത്തുകളിൽ ഒരു വീഴ്ചയില്ല, സുന്നത്തായ നമസ്കാരങ്ങളിൽ ഒരു കുറവുമില്ല. പതിവ് ചെയ്യുന്ന ഔറാദുകളിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ആ ഔറാദുകളിൽ വിട്ടുവീഴ്ചയില്ല. ആ രൂപത്തിൽ അചഞ്ചലമായ സൽക്കർമ്മങ്ങളും കൂടി കൈമുതൽ വന്നപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ.
റബ്ബിന്റെ പ്രത്യേകമായ സ്നേഹം കിട്ടിപ്പോയി. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ സ്നേഹം ഒരു അടിമക്ക് ലഭിച്ചു പോയാൽ, റബ്ബിന്റെ മഹബത്ത് ഒരാൾക്ക് ലഭിച്ചു പോയാൽ, അല്ലാഹു തആല മലായികത്തിന്റെ നേതാവായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുമത്രേ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ജിബ്രീലേ, ഞാൻ അയാളെ സ്നേഹിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഫഹിബ്ബ, അയാളെ നീയും സ്നേഹിക്കണേ എന്ന് കൽപ്പന കൊടുക്കുക മാത്രമല്ല, വാനലോകത്തുള്ള സർവ്വ മലായികത്തുകളോടും ആ അടിമയെ സ്നേഹിക്കാനുള്ള ഓർഡർ വരികയാണ്. ആകാശമണ്ഡലത്തിലുള്ള തെറ്റുകൾ ചെയ്യാത്ത മലായികത്തുകൾ മുഴുവനും ആ അടിമയായി ജീവിച്ച സൽക്കർമ്മങ്ങൾ ചെയ്ത ആ അടിമയെ ഇഷ്ടം വെക്കുന്നു എന്ന് മാത്രമല്ല, ഭൂമി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും ഭൂമി ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അവരെ സ്നേഹിക്കുകയും അവരെ വാക്കുകൾക്ക് കബൂലിയത്ത് നൽകുകയും ചെയ്യണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, ആ ഒരു കബൂലിയത്താണ് താജുൽ ഉലമയിലൂടെ പ്രവണമായത്. എത്രയോ ആളുകൾക്ക് പരിഹാരം അവിടുത്തെ നാവിലൂടെ ലഭിച്ചിട്ടുണ്ട്. സന്താനങ്ങളില്ലാത്തവർക്ക് അവിടുത്തെ സമീപത്ത് പോയി സങ്കടം പറഞ്ഞപ്പോ അവിടുന്ന് കൊടുക്കുന്ന വാചകത്തിലൂടെ മക്കളുണ്ടായ കഥകള്, ഒരുപാട് പ്രശ്ന പരിഹാരങ്ങൾക്ക് അവിടുത്തെ നാവിലൂടെ ആസർ ലഭിച്ചത് അനുഭവത്തിന്റെ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളെ കാണാൻ കഴിയുമെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ താജുൽ ഉലമയെ അനുസ്മരിക്കുമ്പോൾ, അതിനു വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ, പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും എന്താണ് ഇതിലൂടെ പകർത്താനുള്ളത്? ആ താജുൽ ഉലമ ഇവിടെ വരച്ച് കാണിച്ചെന്ന ജീവിത രീതിയുണ്ട്. അവിടുന്ന് വടിയുറച്ചുകൊണ്ട് കൊണ്ടു നടന്ന അഹ്ലുസുന്നയിലെ വിശ്വാസമുണ്ട്. ഏതെങ്കിലും രണ്ട് വാചകങ്ങൾ കേൾക്കുമ്പോ, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ വാക്കുകൾ കേൾക്കുമ്പോ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരുന്നവരായി നമ്മൾ മാറിക്കൂടാ. അഹ്ലുസുന്നയിലായി അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തവരായി നമ്മൾ മാറണം. ഒരൊറ്റ വഖത്ത് നിസ്കാരവും ഖളാ ആക്കിക്കൂടാ. നിസ്കാരങ്ങൾക്ക് മുമ്പും പിറകുമുള്ള റവാത്തിബുകൾക്ക് പരിഗണന കൊടുക്കുന്നവരാവണം. മറ്റുള്ള സുന്നത്തായ നിസ്കാരങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവരാവണം. മഹാനായ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട മകനായ സയ്യിദ് ഫളൽ കോയമ്മത്തങ്ങൾ ഖുറാല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയൊക്കെ ജീവിതത്തിലൂടെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്. അവരൊക്കെ ആത്മീയമായ ഉയർച്ചകളിലേക്ക് എത്തിയിട്ട് ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിയത് വെറും ഒരു നോട്ടീസിലൂടെയോ പ്രസംഗത്തിലൂടെയോ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ആത്മീയമായ പ്രവർത്തനങ്ങളായിരുന്നു. പരിശുദ്ധ ഖുർആൻ അവർ നെഞ്ചേറ്റിയിരുന്നു. ഖത്മുകൾ തീർക്കാൻ അവർ മത്സരിച്ചിരുന്നു. ഖുർആനിനോട് താല്പര്യമുള്ളവരായിരുന്നു. ഈ നിലയിലേക്ക് നമ്മുടെ മനസ്സുകളെയും പാകപ്പെടുന്നതോടൊപ്പം തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് മതസ്സാഅതു യാ റസൂലല്ലാഹ്, നബിയെ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിച്ചു വന്ന സ്വഹാബിയോട്, ലിമഅദതലഹാ, എന്താണ് നീ ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി മുത്തുനബിയോട് പറഞ്ഞത്, നബിയെ, കുറെ നിസ്കാരം എനിക്ക് പറയാനില്ല, കുറെ നോമ്പിന്റെ കഥകൾ പറയാനില്ല, കുറെ ഖുർആൻ പാരായണത്തിന്റെ കഥ പറയാനില്ല, പക്ഷേ വലാകിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിന് എനിക്കേറെ ഇഷ്ടമാ, അവന്റെ ഹബീബായ തങ്ങളേറെ ഇഷ്ടമാ. എന്റെ കൽബുകളിൽ ഇബാദത്തില്ലെങ്കിലും അങ്ങയോട് എന്റെ മനസ്സിൽ അമിതമായ താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, മഹബത്തിന്റെ ഒരൽപ്പം എന്റെ കൽബിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പോഴല്ലേ മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹ്ബബ്ത. മോനെ, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, നീ ആരെയാണോ കൽബിലേറ്റുന്നത്, അവരുടെ കൂടെയാണ് നാളെ സ്വർഗത്തിലെന്ന് വാഗ്ദാനം ചെയ്തെങ്കിൽ, ഇബാദത്തുകൾക്ക് ഭംഗം വന്നുപോയ, ആരാധനകളിൽ വീഴ്ച വന്നുപോയ, ഔറാദുകളിൽ കുറവ് വന്നുപോയ പാവപ്പെട്ട നമുക്ക് ആഖിറത്തിലുള്ള പിടിവള്ളിയാണ് താജുൽ ഉലമ. ആഖിറത്തിലെ പിടിവള്ളിയാണ് ഖുറാതങ്ങളും. അവരെ മഹബത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ അള്ളാഹു നമ്മുടെ സദസ്സിന് കബൂൽ നൽകട്ടെ.
നൽകട്ടെ. താജുൽ ഉലമയുടെ ഖുറാ തങ്ങടക്കമുള്ള ഇരിക്കുന്ന സർവ്വസാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും പൊരുത്തവും സന്തോഷവും സ്നേഹവും അല്ലാഹു നമുക്ക് നൽകട്ടെ. അതിലൂടെ റബ്ബിന്റെ സ്വർഗം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.